അങ്ങനെ ആയി കൊടുത്താല് അങ്ങനെ ആക്കി കൊടുത്താല് അങ്ങനെ കുളിക്കലും കുടിക്കലും എല്ലാം ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ ഇറക്കുന്നതാണല്ലേ കുളി പരിപാടി ഇങ്ങനെയാണല്ലേ? അങ്ങനെ കുളിക്കുള്ളൂ. മറ്റേ സാധാ നമ്മള് വെള്ളം വെച്ച് കൊടുത്താൽ അതിലൊന്നും കുളിക്കൂല. ഈ പൈപ്പിന്റെ ചോട്ടിൽ ഇങ്ങനെ കാട്ടി കൊടുക്കണം. എന്നാ കുടിക്കൂലേ? അങ്ങനെ കുളിക്കും. എന്നാലും അതിന്റെ ഒരു രസം കിട്ടുമല്ലോ. റാഫിക്ക് ഞങ്ങള് വളർത്തുന്ന അത്ര വേണല്ലേ? അതെ, നമ്മള് വിളിച്ചാ വരും, എപ്പോ വിളിച്ചാലും വരും. റെഡി ആണല്ലേ? ഓ, ഒരു പൊടി പഠിച്ചിട്ടുണ്ടല്ലേ? ഒന്നും പേടി. നമ്മളെ കണ്ടോണ്ട് ചെറിയൊരു ഒന്നായിട്ട് വിട്ട് ഇവിടെ ഒന്നായിട്ട് ഞാൻ കടയിൽ കൊണ്ടാലുണ്ട്, പ്രശ്നമില്ല. എന്താ നമ്മള് കൊടുക്കണ്ടപ്പോ? ഇത് സാധാ നമ്മളെ സൺഫ്ലവറിന്റെ തീറ്റ മിക്സ് ആയിട്ടുള്ള. പിന്നെ നിലക്കടലയും കൊടുക്കണ്ടോ? നിലക്കടല ചിലപ്പോൾ സമയത്ത് ഇങ്ങനെ കൊടുക്കും. എന്ന് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കും. എല്ലാം കഴിക്കും. ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴാണ് ഈ കളർ വരും അല്ലേ? കളർ വരും. ഇതൊക്കെ ചെറുതായെന്ന് ആൻഫീഡ് കൊടുത്തേണ്ട അവസ്ഥ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര ഇണക്കം വന്നത്. പുറത്ത് നമ്മളെ പോലത്തെ ആൾക്കാരെ കണ്ടാലേ ഇത് ആര് വന്നാലും നമുക്ക് വിവരം കിട്ടും. ഒരു ബില്ലിന്റെ ഹൗസ് ഒച്ചപ്പാടുണ്ടാക്കൂലേ? അവര് അറിയിക്കും. അറിയാത്തല് വന്നാൽ എന്തായാലും നമ്മളെ വിവരം അറിയിക്കൂലേ? അത് വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു കച്ചറ കൂടാണെങ്കിൽ അവര് ഇവിടെ തമ്മില് കൂടൂലേ? ആ വിവരം അപ്പൊ അത് നിർത്താനും വേണ്ടി സൺകോറോൺ സൺഫ്ലവർ രണ്ടെണ്ണം സ്റ്റോക്ക് ഉള്ളത്. രണ്ടെണ്ണക്കുള്ള തന്നെ. ഇത് ആദ്യം ഒരു തത്തിയും കാര്യങ്ങളൊക്കെ നിലക്ക് വിടണേന് പിന്നെ അവര് പിന്നെ നമ്മളെ സ്നേഹിതം വന്നുകൊണ്ട് കൊണ്ടുപോയി. പേടിയാണല്ലേ? മാറി മാറി എനക്കുള്ളതാണ്. പിന്നെ വിഷയം വേറെ എങ്ങനെ പോയാലും എത്ര ദൂരെ പോയാലും എന്റെ അടുത്തേക്ക് വരും. ഞാൻ വിളിച്ചാ വരൂലേ? അതാ നമ്മളെ അതല്ലേ ഒന്നുമില്ല. ഞാൻ ചോദിക്കണേ കൊടുക്കോ? ഇല്ല വിൽക്കൂലല്ലേ? ഇത് അവർക്ക് ഒരുപാട് ഇണക്കായിട്ട് ഇണക്കുള്ള ഇതാണ്. അതെ, ഒരു കൂട്ടുകാരി എന്ന് പറഞ്ഞാല് നമ്മളെ കയ്യുമ്പോ വരുമോ? ഇത് വരും, വരായിരുന്നില്ല. നീ അതാ കൊടുത്തു നോക്കിയത്. കുട്ടു പോകെ പോക്കറ്റിൽ നിന്ന് കാശ് കാര്യങ്ങളൊക്കെ കൊടുക്കും. വാങ്ങും. കാശൊക്കെ പോക്കറ്റിൽ നിന്ന് എടുക്കാം. അതിന്റെ തുണൊന്നുണ്ടായിരുന്നു. അത് നമ്മളെ പൂച്ച കടിച്ചതാ. അത് ഭയങ്കര ഇണക്കേനി. നിലവിലുള്ളതില് ഭയങ്കര ഇണക്കേനി. എത്ര ദൂരം എവിടെയും പാറിപ്പോയാലും വേറെ കാക്കത്തിന്റെ പരിപാടി കാക്കനെ അങ്ങോട്ട് വായിപ്പിക്കും. അത് ഞാൻ ശീലിപ്പിച്ചതാ. ഒരു കാക്കും വരൂല. അവര് പോയി കഴിഞ്ഞ വില വീട്ടിലൊരു കാക്ക കൂടെ ഒന്നും വരൂല. അത്രക്ക് കണക്കാതെ വെറൈറ്റി കളറാണല്ലേ? ഇങ്ങനത്തെ മാത്രമാണോ? ഇങ്ങനത്തെ മാത്രമാണോ? എന്റെ അടുത്തുള്ളൂ. ഇങ്ങനത്തെ മാത്രമാണോ? ഇല്ലല്ല, അവരടുത്ത് മോളറ്റ് മോനേറ്റ് കുറച്ച് കണക്കുണ്ടല്ലേ? വല്യാനറ്റല്ല, രണ്ടാമത്തെ മോനറ്റിന് കണക്കാം. എപ്പോഴും കാണണോണ്ടേ അത് കാണണ്ടേ. ചെറുകളായിട്ട് ഭയങ്കര പ്രശ്നമാണ്. ചെറുകളും ഫൈറ്റിലാ. ഒക്കൂല ഏത് തന്നെ. കാരണം ഓള് ഇവിടെ നേരെ കച്ചറുണ്ടാക്കിട്ട് ഒക്കലിക്ക് ഇഷ്ടമില്ല. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് ഇപ്പൊക്ക് എല്ലാ താല്പര്യമില്ല. ഈ തീരെ നമ്മൾ കൊടുക്കണ്ടല്ലേ? എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എല്ലാം കൊടുക്കും. നമ്മൾ കഴിക്കണ്ടല്ല ചോറല്ല അവര് കൊടുക്കുന്നതില്ല. അപ്പൊ അവര് പിന്നെ വിടലില് ഹസ്ബൻഡ് എത്ര അങ്ങോട്ട് ഒരു ഇതായിട്ടില്ല. ഞാൻ എന്റെ അപ്പോഴും മാത്രമേ വിടുള്ളൂ. അല്ലെ സിംഗിൾ ആയിട്ടൊന്നും അവരൊന്നും ആരും വിടാൻ പറ്റൂല. പിന്നെ എങ്ങനെ നമ്മള് വിട്ടുകാണ് ഞാൻ വൈക്കുമ്പോഴും എങ്ങനെ ആയിട്ടും അപ്പൊ ആവശ്യക്കാരെങ്ങനെ കണ്ടോട്ടെ? ആൾക്കാർ കണ്ടോട്ടല്ലേ? ആൾക്കാർ വന്ന് കണ്ടോട്ടെ. ഇവിടെ വന്ന് കാണുമ്പോൾ നമ്മളൊന്ന് പറഞ്ഞേ. 10 ആ നമ്പറാണ്. ഇവിടെ കൊണ്ടോട്ടി വന്ന് കാണണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. കൊടുക്കലും പരിപാടി അവർ ഒരു 10 മിനിറ്റിന്റെ ഒപ്പം നിന്നാ മതി. എന്റെ നിന്നാ പിന്നെ അവരെ എന്തായി അവരെ തോളിൽ കയറാൻ വേണ്ടി പറഞ്ഞു. അതെ, നമ്മളിങ്ങനെ നമ്മളെ കയ്യിൽ കടിക്കൂല. അപ്പൊ അങ്ങനെ കാര്യങ്ങളല്ലേ? ടുട്ടാണ് പേരില്ലേ? കുട്ടു അതാണ് പേരില്ലേ? അത് കഴിഞ്ഞ് കുളിക്കാനൊക്കെ നമ്മള് സജ്ജീകരണം പറഞ്ഞാല് പിന്നെ ഇതിലാണ് വരിക. കുളിക്കണ ഇതില് കുളിക്കാനൊക്കെ നമ്മള് ഇവിടെ വെച്ചുകൊടുക്കലാണ് ഇതില്. കുളിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ആയി കൊടുത്താല് അങ്ങനെ അങ്ങനെ കുളിക്കലും കുടിക്കലും എല്ലാം ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ ഇറക്കുന്നതാണല്ലേ? കുളി പരിപാടി ഇങ്ങനെയാണല്ലേ? അങ്ങനെ കുളിക്കുള്ളൂ. മറ്റേ സാധാ നമ്മള് വെള്ളം വെച്ച് കൊടുത്താൽ അതിലൊന്നും കുളിക്കൂല. ഈ പൈപ്പിന്റെ ചോട്ടിൽ ഇങ്ങനെ കാട്ടി കൊടുക്കണം. എന്നാ കുളിക്കൂലേ? അങ്ങനെ കൊടുക്കും. എന്നാലും അതിന്റെ ഒരു രസം കിട്ടുമല്ലോ. ആശക്കാർ വന്ന് കണ്ടോട്ടല്ലേ? ഈ നമ്പറിൽ വിളിച്ചോട്ടല്ലേ? അതാണ്.